എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് വിർച്വൽ മെമ്മറി. അപ്പം നമ്മൾ പലരും പുതിയ പുതിയ മൊബൈൽ ഫോൺസ് ഒക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കാറുണ്ട്. അതിൽ മൊബൈൽ കമ്പനികൾ ഓഫർ ചെയ്യുന്ന പുതിയൊരു ഫീച്ചർ കാണാറുണ്ടല്ലേ, എന്താണത്? വിർച്വൽ റാം അല്ലേ. അപ്പം യഥാർത്ഥത്തിൽ 4GB ഒക്കെ റാം ഉണ്ടാവുള്ളൂ. അത് നമ്മൾക്ക് 6GB 8GB വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് എന്ത് ആ പുതിയ ഫീച്ചർ കൊണ്ട് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ സെക്കൻഡറി മെമ്മറിയെ അല്ലേ, നമ്മളുടെ സ്റ്റോറേജിനെ ശരിക്കും എന്ത് ചെയ്യാണ്, എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു വിർച്വൽ റാം സെറ്റപ്പ് ചെയ്യുകയാണ്. സോ ഈ ഒരു കൺസെപ്റ്റ് ആണെന്ത് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. A computer can address more memory than the amount of physically installed on the system. This extra memory is actually called virtual memory, and it is a section of hard disk that has set up to emulate the computer's RAM. നമ്മൾ മെമ്മറി ഹൈറാർക്കി പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചിരുന്നു. റാമിൻ്റെ സൈസ്, അതായത് പ്രൈമറി മെമ്മറിയുടെ സൈസിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതലായിരിക്കുന്നത് സെക്കൻഡറി മെമ്മറി ആയ ഹാർഡ് ഡിസ്കിൻ്റെ ഒക്കെ സൈസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ 4GB റാം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഹാർഡ് ഡിസ്ക് ചിലപ്പോൾ എത്ര ആയിരിക്കും, 500GB അല്ലെങ്കിൽ 1TB ഒക്കെ ആയിരിക്കും. സോ കൂടുതൽ സ്റ്റോറേജ് കിട്ടുക സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറിയിലാണ്. നമുക്ക് ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ചിട്ട് റാമിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ റാമിൻ്റെ സൈസ് ലിമിറ്റഡ് ആണെങ്കിൽ നമുക്ക് ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റാമിൻ്റെ സൈസ് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനാണെന്ത് ഓഗ്മെന്റ് ചെയ്യാന്ന് പറയും അല്ലേ. അപ്പോൾ വിർച്വൽ മെമ്മറി ഈസ് ഇംപ്ലിമെന്റഡ് യൂസിങ് എ സെക്കൻഡറി സ്റ്റോറേജ് ടു ഓഗ്മെന്റ് ദി മെയിൻ മെമ്മറി. സോ ഓഗ്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, റാമിൻ്റെ സൈസ് കൂട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ സെക്കൻഡറി സ്റ്റോറേജിന്റെ ഹെൽപ്പോട് കൂടിയാണെന്ത് നമ്മൾ മെയിൻ മെമ്മറിയുടെ സൈസ് ഓഗ്മെന്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഡിസ്ക് യൂസ് ചെയ്ത് നമ്മൾ റാമിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കാണെന്ത് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും നമ്മളുടെ ആക്ച്വൽ റാമിന്റെ സൈസ് വളരെ കുറവായിരിക്കും. സോ നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഹാർഡ് ഡിസ്ക് ഒക്കെ യൂസ് ചെയ്ത് റാമിന്റെ സൈസ് എന്ത് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്യും. ആ ഒരു ടെക്നിക്കാണെന്ത് വിർച്വൽ മെമ്മറി എന്ന് അറിയപ്പെടുന്നത്. Programs can be larger than the physical memory. Instead of holding the entire program, main memory hold only a portion of the program which is currently being executed. അപ്പോൾ ഈ പോയിന്റിൽ പറയുന്നത് ഏത് കേസിലാണ് വിർച്വൽ മെമ്മറി യൂസ്ഫുൾ ആവുക എന്നതാണ്. ചില പ്രോഗ്രാംസിൻ്റെ ഒക്കെ സൈസ് ഫിസിക്കൽ മെമ്മറിയേക്കാളും ലാർജർ ആയിരിക്കും, അതായത് മെയിൻ മെമ്മറിയേക്കാളും ലാർജർ ആയിരിക്കും. സോ എൻ്റയർ പ്രോഗ്രാം ഹോൾഡ് ചെയ്യുന്നതിന് പകരം ഒരു പോർഷൻ മാത്രമാണെന്ത് മെയിൻ മെമ്മറിയിൽ ഹോൾഡ് ചെയ്യുന്നത്. സോ ഇത് ഓവർകം ചെയ്യാനാണെന്ത് വിർച്വൽ മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നത്. വിർച്വൽ മെമ്മറി എൻഹാൻസസ് ദി CPU യൂട്ടിലൈസേഷൻ ത്രൂപുട്ട് ബൈ എക്സിക്യൂട്ടിംഗ് ആസ് മെനി പ്രോഗ്രാംസ് ആസ് പോസിബിൾ സൈമിൾട്ടേനിയസ്ലി. വിർച്വൽ മെമ്മറി സെറ്റപ്പ് ചെയ്യുന്നത് വഴി നമ്മൾക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് റൺ ചെയ്യാൻ കഴിയും. സോ അതുവഴി CPU യൂട്ടിലൈസേഷനും ത്രൂപുട്ടും വർദ്ധിപ്പിക്കാൻ കഴിയും. വിർച്വൽ മെമ്മറിക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് ഡിസ്കിലെ, അതായത് ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ചിട്ട് ഫിസിക്കൽ മെമ്മറി, അതായത് റാമിന് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ എന്താണ്, മെമ്മറിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയും. അതായത് ഇവിടെ നമ്മൾ വിർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് CPU ജനറേറ്റ് ചെയ്യുന്ന വിർച്വൽ അഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്കൽ അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യും. എക്സാക്ട് മെമ്മറിയുടെ അഡ്രസ്സാണ് ശരിക്കും എന്ത് ഫിസിക്കൽ അഡ്രസ്സ്. അങ്ങനെ മാപ്പ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യും, നമ്മൾ മെമ്മറിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. അപ്പം നമ്മൾ വിർച്വൽ മെമ്മറി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് രണ്ട് കോമൺ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്, പേജിങ്ങും അതുപോലെ തന്നെ സെഗ്മെൻറ്റേഷനും.